ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. 1 സെന്റ് ഭൂമിക്ക് വേണ്ടി അടിപിടി കൂടുന്ന സഹോദരങ്ങൾ, സ്വത്തിനും പണത്തിനും വേണ്ടി വർഷങ്ങളോളം മിണ്ടാതെ ശത്രുക്കളെ പോലെ ജീവിക്കുന്ന കൂടപ്പിറപ്പുകളൊക്കെ ഇന്ന് ഏറി വരികയാണ്. അയൽപ്പക്കക്കാരുമായി അതിർത്തി തർക്കങ്ങൾ, വഴക്കുകൾ, ഇങ്ങനെയുള്ള അനേകം മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. വിട്ടുകൊടുക്കാൻ ആർക്കും ഇന്ന് മനസ്സില്ല. ഇത്തരത്തിൽ കുടുംബങ്ങളിലൊക്കെ നിരന്തരം വഴക്കുകൾ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കായി പ്രാർത്ഥിക്കാൻ പറ്റിയ ഏതാനും വചനങ്ങൾ ഞാനിന്ന് പറഞ്ഞു തരാം. ഈ വചനം നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. തർക്കം നിലനിൽക്കുന്ന ആ സ്ഥലത്തെ സമർപ്പിച്ച് ആ മണ്ണിലേക്ക് ദൈവത്തിൻ്റെ വചനം അയച്ചു പ്രാർത്ഥിക്കണം. അപ്പോൾ ബന്ധനങ്ങൾ അഴിയും. നിങ്ങൾക്കവിടെ അത്ഭുതം കാണാനായിട്ട് പറ്റും. ഇന്ന് പല നാട്ടിൻപുറങ്ങളിലും അയൽക്കാർ തമ്മിൽ അതിർത്തി തർക്കം നിലനിൽക്കുന്നുണ്ട്. സഹോദരങ്ങൾ തമ്മിലും സ്വത്ത് തർക്കത്തിന് കാരണമാകുന്നതും അതിർത്തികളാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ അതിർത്തി തർക്കം മൂലമുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും അവസാനിക്കുന്നതിനായി വചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനായി വചനം ഏറ്റുപറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു മേഖലയിൽ നിങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ളവർ ഇത്തരത്തിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കണം. ഈ വചനം അവർക്ക് പറഞ്ഞു കൊടുക്കണം. സങ്കീർത്തനം 147:14 വചനം: അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു, അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. അടുത്ത വചനം പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുവചനം: കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അടുത്തത് സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ: പണ്ടേയുള്ള അതിർത്തിക്കല്ല് മാറ്റുകയോ അനാഥരുടെ നിലം കയ്യേറുകയോ അരുത്, എന്തെന്നാൽ അവരുടെ സംരക്ഷകൻ ശക്തനാണ്. കേട്ടെ, ഒന്നുകൂടെ പറഞ്ഞ ഈ വചനം: പണ്ടേയുള്ള അതിർത്തിക്കല്ല് മാറ്റുകയോ അനാഥരുടെ നിലം കയ്യേറുകയോ അരുത്, എന്തെന്നാൽ അവരുടെ സംരക്ഷകൻ ശക്തനാണ്. ഈ 3 വചനങ്ങളും അതിശക്തമായ വചനങ്ങളാണ്. നിങ്ങൾ ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. അത്ഭുതം കാണാം നിങ്ങൾക്കവിടെ. ഞാൻ നിങ്ങളോട് ഒരു കൊച്ചു സംഭവം പറയാൻ കേട്ടോ. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ നടന്ന കാര്യമാണ്. ഇണപിരിയാത്ത കൂട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്ന 2 സഹോദരങ്ങൾ. അവരുടെ സ്നേഹം കണ്ട് അസൂയപ്പെടുന്ന നാട്ടുകാർ. അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഇവര് സ്വത്ത് ഭാഗം വെച്ച സമയത്ത് ചേട്ടന് കൊടുത്തത് ഇത്തിരി കൂടിപ്പോയി എന്നതിൻ്റെ പേരിൽ പിന്നീട് വലിയ ശത്രുക്കളായി മാറുകയാണ്. അവരിലെ സ്നേഹം നഷ്ടപ്പെട്ടു, പരസ്പരം മിണ്ടാതായി. ഇത് കണ്ട് സന്തോഷിച്ചവരുമുണ്ട്, ദുഃഖിച്ചവരുമുണ്ട്. എനിക്ക് അടുത്തറിയാവുന്ന ഒരു കുടുംബമായതിനാൽ അതെന്നെ ഏറെ വേദനിപ്പിച്ചു. അവിടുത്തെ ഇളയ മകനോട് സ്വത്തിനു വേണ്ടി നിങ്ങളിങ്ങനെ ശത്രുക്കളാകരുത്, ക്ഷമിക്കാൻ പറഞ്ഞ് ക്ഷമിച്ച് നിങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞൊക്കെ ഞാൻ ഒത്തിരി ഉപദേശിച്ചു നോക്കി. പക്ഷേ കേൾക്കാൻ തയ്യാറായില്ല. എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുടുംബമായതിനാൽ ഞാൻ അവർക്കായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഹോദരങ്ങളുടെ ഇടയിലെ ശത്രുത മാറി പരസ്പരം സ്നേഹം നിറയാനായി അന്ന് ഞാൻ അവർക്കായിട്ട് പ്രാർത്ഥിച്ച വചനം ഇതായിരുന്നു. ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച അതേ വചനം. അന്നെനിക്ക് ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് തോന്നിയത്. അവരുടെ ഇടയിലെ ശത്രുത മാറി പരസ്പരം സ്നേഹം നിറയാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് ലൂക്ക 23:34 വചനമായിരുന്നു. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. ഈ വചനത്തിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിച്ചു. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. അവരുടെ ഹൃദയത്തിൽ പഴയതുപോലെ ദൈവസ്നേഹം നിറയ്ക്കണമേ, സഹോദര സ്നേഹം നിറയ്ക്കണമേ. ഇങ്ങനെ മാസങ്ങളോളം ഈ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പതിയെ പതിയെ ഞാൻ കണ്ട കാഴ്ച, അവരുടെ ഹൃദയത്തിൽ നിന്ന് വെറുപ്പും ദേഷ്യവും ശത്രുതയും ഒക്കെ മാറി മറയാൻ തുടങ്ങി. ഇന്ന് പഴയതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുന്ന, ചേട്ടനെ സ്നേഹിക്കുന്ന, ചേട്ടനെ മനസ്സിലാക്കുന്ന ഒരു അനിയനെയാണ് ഞാൻ അവരിൽ കണ്ടത്. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ, നിരന്തരമുള്ള നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഏതവസ്ഥകളെയും മാറ്റിമറിക്കാനായിട്ട് കഴിയും. എത്ര ശത്രുതയുടെ മതിൽക്കെട്ടുകളെയും പൊളിച്ചു മാറ്റാൻ
നമ്മുടെ ശക്തമായ പ്രാർത്ഥനകൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വചനം അതിശക്തമാണ്. നമ്മൾ വെറുതെ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാതെ വിശ്വസിച്ച്, ആ വചനം വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. അവിടെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. നിങ്ങളുടെ കണ്ണുകൾ അത്ഭുതം ദർശിക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ.